പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാളിൽ നമ്മെ തന്നെ പൂർണ്ണമായി അമ്മയുടെ മുമ്പിലെ ഹൃദയത്തിൽ സമർപ്പിക്കാൻ നാം ഒരുങ്ങി ഈ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കും. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. ഇന്ന് 29ാമത്തെ ദിവസമാണ്. 33 ദിവസത്തെ ഒരുക്കത്തിന് ശേഷം 34ാമത്തെ ദിവസം ആ സമർപ്പണത്തിന്റെ അനുഗ്രഹീതമായ ദിനമാണ്. നമ്മൾ ഒരുക്കം എങ്ങനെയാണ്, അതനുസരിച്ചാണ് സമർപ്പണം സമ്പൂർണമാകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ആഴമായ ഒരു അനുഭവത്തിലേക്ക്, ഉപരിവിശുദ്ധീകരണത്തിലേക്ക് കടന്നു വരാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനനപ്പെരുന്നാളിൽ, അമ്മയുടെ ജനനപ്പെരുന്നാളിൽ നമുക്ക് നമ്മെ തന്നെ വലിയൊരു സമ്മാനമായി നൽകാൻ സാധിക്കണം. ഇന്നത്തെ ശുശ്രൂഷകൾ മഹത്വകരമായ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആ രഹസ്യം ഈ ശുശ്രൂഷയ്ക്ക് ശേഷം നിങ്ങൾ വ്യക്തികളായും കുടുംബമായും പൂർത്തിയാക്കണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. മുഴുവൻ ജപമാല പൂർത്തിയാക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയുമാണ്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ, എൻ്റെ ആശ്രയമേ. എന്നെ ഈശോയുടേതാക്കണമേ. 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 പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങ് ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങ് ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങ് ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19 അധ്യായം 11 മുതലുള്ള വചനങ്ങൾ. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവന്റെ ശരീര സ്പർശനമേറ്റ തൂവാലകളും അംശവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. പിശാചബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിന്റെ നാമം പ്രയോഗിച്ചു നോക്കി. യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവായുടെ 7 പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു: യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും അറിയാം. എന്നാൽ നിങ്ങൾ ആരാണ്? അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. എഫെസോസിൽ വസിച്ചിരുന്ന യഹൂദരും ഗ്രീക്കുകാരുമായ എല്ലാവരും വിവരമറിഞ്ഞ് ഭയപ്പെട്ടു. കർത്താവായ യേശുവിന്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തു. കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥ ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുകെ അഗ്നിക്കിരയാക്കി. അവരുടെ ആകെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളിനാണയങ്ങൾ വരുമെന്ന് കണ്ടു. അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയുടെ, നമ്മുടെ അമ്മയുടെ ജന്മപ്പെരുന്നാളിന് വേണ്ടി നാം സവിശേഷമായി ഒരുങ്ങുകയാണ്. ആ തിരുനാൾ ദിവസം എത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. അമ്മയുടെ ജന്മദിനം നമ്മുടെ ജീവിതത്തിലെ
ഏറ്റവും വലിയൊരു അനുഭവമാക്കി ഈ വർഷം രൂപാന്തരപ്പെടുത്താനാണ് നാം പരിശ്രമിക്കുന്നത്. നമ്മളെ വിശുദ്ധീകരിച്ച് അമ്മയുടെ മടിത്തട്ടിൽ ഇടം കണ്ടെത്തുക, അമ്മയുടെ വിശുദ്ധിയും നൈർമല്യവും പരിശുദ്ധാത്മാവിന്റെ നിറവും നാം ഓരോരുത്തരും ആർജിക്കുക, അമ്മയുടെ സൗന്ദര്യവും തേജസ്സും നമ്മിലേക്ക് പകർന്നെടുക്കുക. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ മാനസാന്തരത്തിലൂടെ, വിശുദ്ധീകരണത്തിലൂടെ അമ്മയുടെ ജന്മപ്പെരുന്നാളിൽ അമ്മയ്ക്ക് വലിയ ആഹ്ലാദം പകരുക എന്നുള്ളതാണ് നാം ലക്ഷ്യം വയ്ക്കുന്നത്. ഈ 28 ദിവസമായി നാം ഒരുങ്ങി. 29ാമത്തെ ദിവസമാണ്. അമ്മയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ആർദ്രമായ ആ ഒരു സ്നേഹത്തിന്റെ വായ്പ്, കവിഞ്ഞൊഴുകൽ അനുഭവിച്ചറിയാൻ തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്ര, പ്രിയപ്പെട്ടവരെ, ഇത്രയും നാൾ അനുഗ്രഹകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു. ഇനി അവശേഷിക്കുന്ന ദിവസങ്ങൾ കുറെ കൂടി തീവ്രമാക്കാൻ നാം പരിശ്രമിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വചനഭാഗം അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം സ്കേവായുടെ പുത്രന്മാർക്കുണ്ടായ ആ ഒരു അബദ്ധത്തെ സംബന്ധിച്ചാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനേകരെ സുഖപ്പെടുത്തുന്നതും പിശാചിനെ ബഹിഷ്കരിക്കുന്നതും കണ്ടിട്ട് അവരും ഇത് ആവർത്തിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ യേശുവിന്റെ നാമം ഉപയോഗിച്ച് സാത്താനെ ബഹിഷ്കരിക്കാൻ അവർ പരിശ്രമിക്കുകയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ അവിടുത്തെ നാമം ഉപയോഗിക്കുക എന്നുള്ളത് വെറും ജൽപ്പനമാണ്. അതുകൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. വിശ്വാസത്തിന്റെ കുറവാണ് പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളെ ബലഹീനമാക്കി തീർക്കുന്നത്, പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ ഫലരഹിതമാക്കി തീർക്കുന്നത്. പക്ഷെ ഇവിടെ തിരിച്ചടി ഉണ്ടാവുകയാണ്. അവര് സ്കേവായുടെ 7 പുത്രന്മാരും യേശുവിന്റെ നാമത്തിൽ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാൻ പരിശ്രമിക്കുമ്പോൾ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു: യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ അറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? ഈ അശുദ്ധാത്മാവ് ചാടി വീണു, അവരെ മുറിവേൽപ്പിച്ചു, ആക്രമിച്ചു. അവർ നഗ്നരായി അവിടെ നിന്ന് ഓടിപ്പോയി. ഇതിന്റെ ഫലമായി എന്തുണ്ടായി? ഇതിന്റെ ഫലമായി ഉണ്ടായത് അനേകരിൽ മാനസാന്തര അനുഭവം ഉണ്ടായി. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെട്ടു എന്നുള്ളത്. അതുവഴിയായി അനേകർക്ക് മാനസാന്തര അനുഭവം ഉണ്ടായി. അവിടെ കുറ്റം സമ്മതിച്ചു. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥച്ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണെ അഗ്നിക്കിരയാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിന്റെ ഗ്രന്ഥച്ചുരുളുകൾ നാം അഗ്നിക്കിരയാക്കാനുള്ള അവസരം. പാപത്തിന്റെ ഭാണ്ഡങ്ങൾ അഗ്നിക്കിരയാക്കാനുള്ള അവസരം. നമ്മെ പാപത്തിലേക്ക് നയിക്കുന്ന പല ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ ഗ്രന്ഥച്ചുരുളുകളും മാനസാന്തരത്തിൽ ഇവിടെ അഗ്നിക്കിരയായി തീരണം. അനുതാപം കൊണ്ട് നാം നിറയണം. അതുവഴിയായി എന്ത് സംഭവിച്ചു? അതിന് വലിയ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു. ഇതിനുള്ള ചിലവ്
അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. യേശു നാമം പ്രഘോഷിക്കപ്പെടുന്നിടത്ത് എന്താണ് സംഭവിക്കുക? വചനം വിപുലമാകുക എന്നാൽ അതിന്റെ അർത്ഥം സഭ കെട്ടിപ്പടുക്കപ്പെടുക എന്നുള്ളതാണ്. വചനത്തിന്റെ വളർച്ച ദൈവരാജ്യത്തിന്റെ വളർച്ചയാണ്, സഭയുടെ വളർച്ചയാണ്. വചനം സ്വീകരിച്ച് മാമോദീസ സ്വീകരിച്ചവരാണ് യഥാർത്ഥത്തിൽ സഭാംഗങ്ങളായി മാറിയത്. ഇന്നും അതുതന്നെയാണ് തുടരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം, യേശുക്രിസ്തുവിന്റെ നാമം ദൈവരാജ്യത്തെ സമ്പന്നമാക്കാൻ, വളർത്താൻ, പൈശാചികമായ ബന്ധനങ്ങളെ അമർച്ച ചെയ്ത് അകറ്റാൻ നാം ഉപയോഗിക്കണം എന്നുള്ളതാണ്. യേശു എന്ന നാമത്തിന്റെ ശക്തി നാം മനസ്സിലാക്കണം. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ യേശു എന്ന നാമത്തിന്റെ മഹത്വം അറിയാനാവുള്ളൂ. ഒന്ന്. രണ്ടാമതായി, യേശു എന്ന നാമം വലിയ ഒരു ആയുധമായി, വിടുതലിന്റെ രക്ഷയുടെ വലിയൊരു ആയുധമായി ഉപയോഗിക്കാൻ നമുക്ക് ആഴമായ വിശ്വാസമാണ് ആവശ്യമായിരിക്കുന്നത്. ആ വിശ്വാസം യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്കും ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശുദ്ധീകരണത്തിലേക്കുമാണ് നയിക്കപ്പെടുന്നത് എന്നുള്ളതും പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ നാമം പിതാവ് നൽകിയ നാമമാണ്. യേശുക്രിസ്തുവിന് പിതാവ് നൽകിയ നാമമാണ്, രക്ഷയുടെ നാമമാണ്. രക്ഷിക്കുന്നവനാണ് യേശുക്രിസ്തു. രക്ഷിക്കുന്നവൻ എന്നാണ് യേശുവിന്റെ ആ നാമത്തിന്റെ അർത്ഥം തന്നെ. പരിശുദ്ധ അമ്മ വിളിച്ച് 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 അമ്മ സന്തോഷം കണ്ടെത്തിയ നാമമാണ് യേശു നാമം. ജപമാല പ്രാർത്ഥനയുടെ ശക്തി എന്താണ്? ജപമാല പ്രാർത്ഥനയുടെ ശക്തി ഇന്ന് ജപമാലയെ പറ്റി വിശദമായി സംസാരിക്കാൻ വേണ്ടിയല്ല, എങ്കിലും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ശക്തി സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം. ക്രിസ്തു രഹസ്യങ്ങൾ നാം ധ്യാനിക്കുന്നുണ്ട്. അവിടെ ദൈവികമായ രഹസ്യങ്ങൾ നമ്മുടെ ധ്യാന വിഷയമാക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്ഷണീയ കർമ്മങ്ങളിലൂടെ നാം കടന്നു പോകുന്നുണ്ട്. എന്നാൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലൂടെ, ഓരോ പ്രാർത്ഥനയിലൂടെയും യേശു നാമമാണ് നാം ഉദ്ഘോഷിക്കുന്നത്. നിന്റെ ഉദരഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാണ്. നിന്റെ ഉദരഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പലപ്പോഴും നാം വിചാരിക്കും മേരി സ്തുതിപ്പാണ് എന്ന് വിചാരിക്കും. അങ്ങനെ ചില ഗാനങ്ങളും യേശു നാമമില്ലാതെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്ക് പകരമായി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അത് തെറ്റായ ഒരു രീതിയാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ കേന്ദ്രമായി, ശക്തി സ്രോതസ്സായി, ഉറവിടമായി നിലനിൽക്കുന്നത് നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്നുള്ളതാണ്. യേശുനാമം ഉരുവിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ദിവ്യരഹസ്യങ്ങളിലൂടെ നാം കടന്നു പോകുന്നതും വിടുതലിന്റെ അനുഭവത്തിൽ നാം പ്രവേശിക്കുന്നതുമെന്നും പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 31-ാമത്തെ വചനം, ദൈവദൂതൻ മറിയത്തോട് പറഞ്ഞു, നീ അവന് യേശു എന്ന് പേരിടണം. പിതാവ് നൽകിയ പേര്, ദൈവദൂതനിലൂടെ മറിയത്തെ അറിയിച്ച പേര് വിളിച്ചു തുടങ്ങിയതാരാണ്? മറിയവും യൗസേപ്പുമാണ്. ഈ രക്ഷിക്കുന്ന നാമം അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 7-ാമത്തെ വചനം, നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു നടക്കുക എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ മുടന്തൻ കാലുകൾക്ക് ബലം പ്രാപിച്ച് ചാടി എഴുന്നേറ്റ് നടന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ വിശ്വസിക്കാത്ത ചിലർ ഈശോ എന്ന നാമം ഒരു മാന്ത്രിക ശബ്ദമാണെന്ന് കരുതി പിശാച് ബാധിതരുടെ നേരെ പ്രയോഗിച്ചു നോക്കി. എന്നാൽ അശുദ്ധാത്മാവ് അവരോട് എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് നാം ഇന്ന് ലേഖന ഭാഗത്ത് വായിച്ചു കണ്ടത്.
ആ ദിവ്യശക്തി നമ്മിലേക്ക് കടന്നു വരണം. യേശു നാം ഉരുവിടുന്ന ഓരോ അവസരത്തിലും പ്രിയപ്പെട്ടവരെ ആ ദിവ്യമായ ശക്തി നമ്മിലേക്ക് കടന്നു വരും. യഥാർത്ഥത്തിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് യേശുനാമത്തിന്റെ ഗ്രന്ഥമാണ്. യേശുനാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് നാം അവിടെ കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് നമ്മള് പാടിപ്പതിഞ്ഞ ഗാനമുണ്ടല്ലോ, യേശുനാമം അതിശയനാമം, ഏഴയനി കിംബനാമം. യേശുനാമം ഉരുവിട്ട് പ്രിയപ്പെട്ടവരെ ശക്തി. യേശുനാമം എന്നാൽ യേശു തന്നെയാണ്. യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വം തന്നെയാണ്. യേശുവിനെ നാം വിളിക്കുമ്പോൾ യേശു നമുക്ക് സമീപസ്ഥനാകും. രക്ഷകനായ യേശു ക്രിസ്തുവിനെ തുറന്ന ഹൃദയത്തോടെ എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ എന്ന് വിളിച്ചാൽ നമ്മെ നോക്കാത്ത ഒരു ദൈവമല്ല നമുക്കുള്ളത്. നമ്മെ തേടി വന്ന കർത്താവ് നമ്മുടെ ഈ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ വിളിക്കാൻ വേണ്ടി അവിടുന്ന് കാത്തിരിക്കുന്നു. അവിടെ നമ്മളോടൊപ്പം ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ആ യേശു നാമം ഉരുവിടുമ്പോൾ അവിടുന്ന് നമ്മിലേക്ക് കടന്നു വരികയാണ്. ആവശ്യമാകുന്ന വിടുതലും രക്ഷയും നൽകി നമ്മളെ നമ്മെ കാത്തു സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. യേശുനാമം രക്ഷിക്കുന്നതും പൗത്രീകരിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് യേശുനാമത്തിലാണ് നാം മാമോദീസ മുക്കുന്നത്. യേശുനാമത്തിലാണ് നാം മാമോദീസ മുക്കുന്നത്. നമുക്ക് യേശുവിന്റെ നാമത്തിലാണ് രക്തസാക്ഷികളുടെ മകുടം ചൂടാൻ അവർ തയ്യാറായത്. പീഡയേൽക്കാനും കാരാഗ്രഹവാസം തിരഞ്ഞെടുക്കാനും അവരെ പ്രേരിപ്പിച്ചത് യേശുവിന്റെ നാമമാണ് എന്ന് നാം ഓർമ്മിക്കുക. യേശുനാമം സ്വാതന്ത്ര്യവും രക്ഷയും നമുക്ക് നൽകും. സ്വാതന്ത്ര്യം യേശു നൽകുന്ന നാമം, ഒരു സ്വാതന്ത്ര്യം. അപ്പോസ്തല പ്രവർത്തനം 5:17 മുതൽ വചനങ്ങൾ. യേശുനാമത്തിലാണ് കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസും അപ്പോസ്തലന്മാരും പാതിരാത്രിയിൽ രക്ഷ പ്രാപിക്കുന്നത്. റോമക്കാർക്ക് ലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വചനം. ആകയാൽ യേശു കർത്താവാണ് എന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. യേശു കർത്താവാണെന്ന് വിശ്വസിക്കും. അതുപോലെ തന്നെ ഉന്നതമായ നാമം, യേശു എന്ന നാമത്തെക്കാൾ ഉന്നതമായ ഒരു നാമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ. ഇതിനേക്കാൾ ഉന്നതമായ ഒരു നാമം നമുക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല. ദൈവം തന്റെ പുത്രന് നൽകിയ, പിതാവ് തന്റെ പുത്രന് നൽകിയ ആ നാമമാണ് എന്ന് ഫിലിപ്പിയക്കാർക്ക് ലേഖനം 2-ാം അധ്യായം 9-10. ദൈവം എന്നെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാകുന്നു എന്ന് എല്ലാവരും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. എബ്രായക്കാർക്ക് ലേഖനം 1:4. അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരുന്നത് പോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ്. നമുക്കെല്ലാം അറിവുള്ള വചനങ്ങളാണ്. ഞാൻ വെറുതെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോസ്തല പ്രവർത്തനം 4:12. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു എന്ന നാമമല്ലാതെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 2:41. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട് എന്ന് എബ്രായക്കാർക്ക് ലേഖനം 7:25 നാം വായിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. അപ്പോസ്തല പ്രവർത്തനം 16:31. നമുക്കെല്ലാം അറിവുള്ള പൗലോസും സീലാസും തുതിപ്പുകൾക്ക് മധ്യേ രക്ഷപ്പെടുകയാണ് കാരാഗ്രഹത്തിൽ നിന്നും. വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ട് കാവൽക്കാരൻ ഉണർന്നു നോക്കിയപ്പോൾ, വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ട് അവൻ വാളെടുത്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഇവിടെ അവർ പറയുന്നു, ഞങ്ങളൊന്നും പോയിട്ടില്ല. അപ്പോൾ അവൻ ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. റോമാക്കാർക്ക് ലേഖനം 10:9-10 വചനങ്ങൾ. പാപമോചനം നൽകുന്ന നാമമാണിത്. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന്
അപ്പോസ്തല പ്രവർത്തനം 10:43 എന്ന് വായിക്കുന്നു. നീ അവന് യേശു എന്ന് പേരിടണം. മത്തായി 1:21. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിക്കും. യേശു എന്ന നാമം നൽകണം. അവൻ മോചിപ്പിക്കും, അവൻ രോഗശാന്തി നൽകുന്നു. അപ്പോസ്തല പ്രവർത്തനം 3:6. പത്രോസ് മുടന്തനോട് പറഞ്ഞു, നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഉടൻ തന്നെ അവന്റെ പാദങ്ങളും കണങ്കാലുകളും സുഖം പ്രാപിച്ചു നടന്നു. ഇവിടെ അപ്പോസ്തല പ്രവർത്തനം 3:16 നിന്ന് വായിക്കുന്നുണ്ട്, അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവന്റെ നാമമാണ് ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് എന്ന് പത്രോസ് ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഊന്നിപ്പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 16:18. അവൻ തിരിഞ്ഞ് അവളിലെ അശുദ്ധാത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. അപ്പോസ്തല പ്രവർത്തനം 16:18. ഇവിടെ പത്രോസും ശിഷ്യന്മാരും ദേവാലയത്തിലേക്ക് പോകുമ്പോഴാണ് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടി അവിടെ വന്ന് വിളിച്ചു പറഞ്ഞത്, ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനാണ്, ഇവർ ദാസരാണ് എന്ന്. അപ്പോഴാണ് എന്നെ ശാസിച്ചയക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. യേശുനാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതായി മർക്കോസിന്റെ സുവിശേഷം 16, 17, 18 വചനങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 4:30. അവിടുത്തെ പരിശുദ്ധനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ എന്നുള്ള പ്രാർത്ഥന. യേശു നാമത്തിൽ പ്രാർത്ഥിക്കാനാണ് നമ്മോട് ആവശ്യപ്പെട്ടത്. യോഹന്നാൻ 14, 13, 14 വചനങ്ങൾ. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രൻ മഹത്വപ്പെടാൻ വേണ്ടി നൽകും. നിങ്ങൾ എന്റെ നാമത്തിൽ കർത്താവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. യോഹന്നാൻ 15:16. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതും അവിടുന്ന് നിങ്ങൾക്ക് നൽകി. 23-ാമത്തെ വചനവും യോഹന്നാൻ സുവിശേഷം 16:23 വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. യേശുനാമത്തെ പറ്റി മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് 432 രക്ഷ പ്രദാനം ചെയ്യുന്നത് യേശു എന്ന ദിവ്യനാമം മാത്രമാണ്. 434 നാം വായിക്കുന്നുണ്ട്, ദുഷ്ടാരൂപികൾ അവിടുത്തെ നാമം ഭയപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ ശിഷ്യന്മാർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എന്തെന്നാൽ അവിടുത്തെ നാമത്തിൽ അവർ ചോദിക്കുന്നതെന്തും പിതാവ് അവർക്ക് നൽകും. യേശു നാമത്തെ മുൻനിർത്തിക്കൊണ്ട് പോകാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നിരന്തരം ആവർത്തിച്ച് വിളിച്ച ആ നാമം, ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലും നാം ആവർത്തിച്ച് സ്വന്തമാക്കിയിട്ടുള്ള നാമം. ആ നാമത്തിലാണ് നാം ഓരോരുത്തരും ഉദാശകൾ സ്വീകരിച്ചിട്ടുള്ളത്, മാമോദീസ സ്വീകരിച്ചിട്ടുള്ളത്. ആ യേശുക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള നമ്മുടെ യാത്ര നമുക്ക് തുടരാം. യേശുക്രിസ്തുവിന്റെ നാമം ഉരുവിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ എത്രമാത്രം സ്നേഹിക്കും, ഹൃദയപൂർവ്വം നമ്മെ സ്വീകരിക്കും. അമ്മയുടെ മുമ്പിലെ ഹൃദയത്തിലൂടെ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് ആ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. മറിയത്തിന്റെ സ്തോത്രഗീതം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ക്രിസ്താനുകരണം പുസ്തകം 2 അധ്യായം 11. ഈശോയുടെ കുരിശിനെ സ്നേഹിക്കുന്നവർ എത്ര ചുരുക്കം! ഈശോയുടെ സ്വർഗരാജ്യത്തെ സ്നേഹിക്കുന്നവർ ഇന്ന് വളരെ പേരുണ്ട്. എന്നാൽ അവിടുത്തെ കുരിശു ചുമക്കാൻ സന്നദ്ധതയുള്ളവർ ദുർലഭം. ആശ്വാസം ആഗ്രഹിക്കുന്നവർ അനേകം.
സങ്കടങ്ങൾ ഇച്ഛിക്കുന്നവർ വിരളം. ഈശോയുടെ വിരുന്നിന് കൂട്ടുകാർ ധാരാളം. അവിടുത്തെ ഉപവാസത്തിന് ചുരുക്കം പേർ മാത്രം. അവിടുത്തോടു കൂടി ആഹ്ലാദിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. അവിടുത്തേക്ക് വേണ്ടി സഹിക്കാൻ സന്നദ്ധതയുള്ളവർ വിരളം. അപ്പം മുറിച്ച് വിളമ്പിയതുവരെ അനേകർ ഈശോയെ അനുധാവനം ചെയ്തു. എന്നാൽ അവിടുത്തെ പീഡാനുഭവമാകുന്ന പാനീയം കുടിച്ച് തീരുന്നതുവരെ അവിടുത്തെ അനുഗമിക്കുന്നവർ കുറച്ചേയുള്ളൂ. ഈശോയുടെ അത്ഭുതങ്ങൾ ആദരിക്കുന്നവർ അനേകം. അവിടുത്തെ കുരിശിന്റെ അപമാനം സ്വാഗതം ചെയ്യുന്നവർ ചുരുക്കം. അനർത്ഥങ്ങളൊന്നുമില്ലാത്തപ്പോൾ പലരും ഈശോയെ സ്നേഹിക്കുന്നു. അവിടുന്നിൽ ആശ്വാസങ്ങൾ പ്രാപിക്കാവുന്നിടത്തോളം കാലം അനേകം പേർ അവിടുത്തെ സ്തുതികൾ പ്രകീർത്തിക്കുന്നു. ഈശോ മാറി നിൽക്കുകയോ ഏതാനും സമയത്തേക്ക് അവരെ കൈവിടുകയോ ചെയ്താൽ അവർ ആവലാതിപ്പെടുന്നു, അല്ലെങ്കിൽ വിവശരാകുന്നു. സ്വന്തം ആശ്വാസത്തെ പ്രതിയല്ലാതെ ഈശോയെ പ്രതി മാത്രം ഈശോയെ സ്നേഹിക്കുന്നവർ എല്ലാ അരിഷ്ടതകളിലും ഹൃദയവ്യതകളിലും മഹാ ആശ്വാസമുള്ളപ്പോൾ എന്ന പോലെ അവിടുത്തെ സ്തുതിക്കുന്നു. അവിടുന്ന് യാതൊരു ആശ്വാസവും അവർക്ക് നൽകാൻ തിരുവുള്ളമുണ്ടായില്ലെങ്കിലും അവർ അവിടുത്തേക്ക് സദാ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിച്ചുകൊണ്ടിരിക്കും. സ്വാർത്ഥ ലാഭമോ സ്വാർത്ഥ സ്നേഹമോ കലരാത്ത ദൈവസ്നേഹം എത്ര ശക്തിയുള്ളത്! സദാ ആശ്വാസങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നവർ സ്വാർത്ഥ ലാഭേച്ഛുക്കൾ ആണെന്നല്ലേ പറയേണ്ടത്? സ്വന്ത സുഖവും സ്വന്ത ലാഭവും സന്തതം ചിന്തിച്ചു നടക്കുന്നവർ ഈശോയേക്കാൾ അധികം തങ്ങളെയാണ് സ്നേഹിക്കുന്നതെന്ന് സ്പഷ്ടം. പ്രതിഫലേച്ഛ കൂടാതെ ദൈവത്തെ സേവിക്കാൻ സന്നദ്ധതയുള്ളവരെ എവിടെ കാണും? യാതൊരു സൃഷ്ടിയോടും മമത ഇല്ലാതിരിക്കത്തക്ക വിധം ആധ്യാത്മികത്വമുള്ളവനെ ഒരിടത്തും കാണുകയില്ല. ആത്മനാ ദരിദ്രനും യാതൊരു സൃഷ്ടിയോടും മമതയില്ലാത്തവനുമായ ഒരാളെ ആര് കണ്ടെത്തും? വിദൂരത്തുനിന്നു വരുന്ന മുത്തിനേക്കാൾ വിലയേറിയവനാണവൻ. ഒരുത്തൻ തന്റെ സമ്പത്ത് മുഴുവൻ ദാനം ചെയ്താലും അത് നിസ്സാരമാണ്. തീവ്രമായ തപസ്സു ചെയ്താലും അത് തുച്ഛം തന്നെ. സർവജ്ഞാനവും നേടിയാലും അവൻ ലക്ഷ്യത്തിൽ നിന്ന് എത്രയും വിദൂരമാണ്. ഉത്കൃഷ്ടമായ പുണ്യവും ഉത്കടമായ ഭക്തിയും ഉണ്ടായാലും അവന് ഒരു പോരായ്മ അവശേഷിക്കും. അവന് ആവശ്യമായ ഒരു കാര്യം. അതെന്താണ്? സമസ്തവും ഉപേക്ഷിച്ച് തന്നെ തന്നെ പരിത്യജിച്ച് തന്നിൽ നിന്നു തന്നെ മുക്തി നേടി അല്പം പോലും സ്വസ്നേഹം ഇല്ലാതിരിക്കുന്നത് തന്നെ. ചെയ്യേണ്ടതെല്ലാം ചെയ്ത ശേഷം താനൊന്നും ചെയ്തില്ലെന്ന് അവർ നനച്ചുകൊള്ളട്ടെ. കർത്താവായ യേശുവേ, അങ്ങാണ് ഏകരക്ഷകൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന ആദിമസഭയുടെ വിശ്വാസം ഞാനും ഏറ്റുപറയുന്നു. മറ്റാരിലും രക്ഷയില്ല എന്ന സത്യവിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുന്നു. ലോകരക്ഷകനായ നിന്നെ ലോകത്തിനു മുമ്പിൽ പ്രഘോഷിക്കാൻ എന്നെ ധൈര്യപ്പെടുത്തണമേ. വലിയ വില കൊടുത്ത് നേടിത്തന്ന രക്ഷ തിരസ്കരിക്കാൻ എനിക്കിടയാക്കല്ലേ. എൻ്റെ രക്ഷക, നിനക്കെൻ്റെ ജീവിതം തിരിച്ചു തരാൻ എന്നെ ഒരുക്കണമേ. മറിയം വഴി എന്നെ എന്നേക്കുമായി നിനക്ക് സമർപ്പിക്കാൻ എന്നെ ഉദാരമതിയാക്കണമേ. ഞാനും എനിക്കുള്ളതും നിനക്കുള്ളതാകട്ടെ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നു നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. നിങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുകയും രക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്ന രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്താൽ നിങ്ങൾ ഓരോരുത്തരും ഉപരി വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈ ലോകത്തിൽ മനുഷ്യൻ ഉയർത്തിപ്പിടിക്കുന്ന പല നാമങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്നതിന് ഇടയാകാതിരിക്കാൻ തക്കവണ്ണം ഈശോ അടുത്ത രക്തത്താൽ നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടാൻ ഇടയായി തീരട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും
പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും മാലാഖമാരുടെ കാവലും എന്റെ വാത്സല്യഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.